ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് വരുന്ന ഒരു സെന്റൻസിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമുക്കൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നോക്കൂ, ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ള ഉദാഹരണം. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ എന്താർത്ഥം? അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കാം? ഈസിന്റെ അപ്പുറത്ത് നോട്ട് ചേർക്കല്ലേ, ഓക്സിലറി വെർബിനോട് കൂടിയിട്ട് നോട്ട് ചേർത്താൽ ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലോ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇതിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ഈസ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഈസിന്റ് എന്ന് എഴുതുന്നു അല്ലെ. ഹി ഈസിന്റ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസിന്റ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല അല്ലെ. ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും ഹി ഈസിന്റ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ്. പക്ഷെ എന്താണ് നമ്മൾ ചെയ്തത്? ഈസ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഈസിന്റ് എന്ന് എഴുതി. ഹി ഈസിന്റ് പ്ലേയിങ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്? ഈസിന്റ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്. ആ ഈസിന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുന്നു അല്ലെ. ഈസിന്റിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഈസിന്റ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റില്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഈസിന്റെ അപ്പുറത്ത് വൈ എന്നൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടാൽ മാത്രം മതി. വൈ ഈസിന്റ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്, വൈ ഈസിന്റ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്, എന്തുകൊണ്ട് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയില്ലേ. ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. എന്തേ ചെയ്തത്? ഈസിന്റ് ഹി പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ള ആ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ നെഗറ്റീവ് ക്വസ്റ്റ്യന്റെ ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ വേർഡ് ചേർത്തു. വൈ ഈസിന്റ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്, എന്തുകൊണ്ട് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഷീ ഈസ് കുക്കിംഗ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കും? ഈസിനോട് കൂടി നോട്ട് ചേർക്കുക. ഷീ ഈസ് നോട്ട് കുക്കിംഗ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. പിന്നീട് നമ്മൾ ആ ഈസ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഷീ ഈസിൻ കുക്കിംഗ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ല അല്ലെ. ഈസ് നോട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ഈസിന്റെ ആക്കി മാറ്റി, ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് അല്ലെ. ഷീ ഈസിൻ കുക്കിംഗ് ബിരിയാണി. പിന്നീട് നമ്മൾ ഇതിൽ നിന്നും എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്? ഈസിന്റിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക, സബ്ജക്റ്റിന്റെയും അപ്പുറത്തേക്ക് സെന്റൻസിന്റെ ഫസ്റ്റിൽ എന്ത് ചെയ്യുക? ഈസിന്റിനെ കൊണ്ടുവരിക അല്ലെ. ഈസിൻ ഷീ കുക്കിംഗ് ബിരിയാണി, ഈസിൻ ഷീ കുക്കിംഗ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അവൾ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി. പിന്നീട് എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ സെന്റൻസിന്റെ ആദ്യത്തിൽ ചേർക്കുക. ഈസിന്റിന്റെയും അപ്പുറത്ത് അഥവാ സെന്റൻസിന്റെ ആദ്യത്തിൽ ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കുക. വൈ എന്നൊരു ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കുമ്പോൾ എന്തായി? വൈ ഈസിൻ ഷീ കുക്കിംഗ് ബിരിയാണി, വൈ ഈസിൻ ഷീ കുക്കിംഗ് ബിരിയാണി, എന്തുകൊണ്ട് അവൾ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, എന്തുകൊണ്ട് അവൾ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറില്ലേ. ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയത്? ഈസിന്റെ അപ്പുറത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് വെക്കേണ്ടത്. എങ്ങനെയാണ് ഈസിൻ ഷീ കുക്കിംഗ് ബിരിയാണി കിട്ടിയത് എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പിന്നെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഓരോന്നും പഠിച്ചിട്ടുണ്ട്. ഈ ഓരോ സെന്റൻസുകളും എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നത്തെ വീഡിയോ ഒന്നും കാണാത്തവരും പഠിക്കാത്തവരും അത് ആദ്യം പഠിച്ചു കഴിഞ്ഞാലേ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒരു ഉദാഹരണം കൂടി നോക്കാം. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കുക ഇതിനെ? ഈസിനോട് കൂടി നോട്ട് ചേർക്കല്ലേ. നിബു ഈസ് നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. പിന്നീട് എന്ത് ചെയ്യുന്നു? ആ നിബു ഈസ് നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നിബു ഈസിൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഈസ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഈസിന്റെ എന്ന് എഴുതില്ലേ. നിബു ഈസിൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. പിന്നീട് എങ്ങനെയാണ് നമ്മൾ ഇതിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഈസിന്റെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഈസിൻ നിബു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഈസിന്റെ നിബു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി. പിന്നീട് ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഈസിന്റെയും അപ്പുറത്ത് അഥവാ സെന്റൻസിന്റെ ആദ്യത്തില് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെക്കല്ലേ. വൈ ഈസിൻ നിബു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, വൈ ഈസിന്റ് നിബു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, എന്തുകൊണ്ട് നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല, എന്തുകൊണ്ട് നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. വൈ ഈസിന്റ് നിബു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, താങ്ക് യു.